ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. അറിയാം, അല്പം വൈകിയാണ് വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്തു. നേരത്തെ താമസിച്ചിരുന്ന റെൻറ്റഡ് ഹൗസിൽ നിന്ന് പുതിയൊരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുപാട് ഒക്കെ ഓർഡർലെസ് ആയിരുന്നു. ഒന്നും ഒരു കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റണുണ്ടായിരുന്നില്ല. ഇപ്പോഴും പൂർണ്ണമായിട്ടും ചെയ്തിട്ടില്ല. ഓൺലൈൻ ക്ലാസ്സസ് ഒന്നും ഇപ്പോഴും എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. അതൊക്കെ ഓർഡറിൽ വരുന്നതേ ഉള്ളൂ. പോസ്റ്റ് കാണാത്ത കുറേ പേര് വീണ്ടും എന്നോട് പഴയ വീഡിയോസിൻ്റെ താഴെ വന്ന് 59ാമത്തെ ദശകം കാണാനില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം എങ്ങനെയെങ്കിലും തിരക്കുകളുടെ ഇടയിൽ നിന്നും വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ 59ാമത്തെ ദശകം എടുക്കാം എന്ന് വിചാരിച്ചത്. പിന്നെ നമ്മുടെ ഭഗവത്ഗീതയുടെ വീഡിയോ ഈ ആഴ്ച ഉണ്ടാവില്ല, അത് അടുത്ത ആഴ്ച ഒക്കെ ഒന്ന് ഓർഡർ ആകുമ്പോൾ ഞാൻ ചെയ്യാം. നാരായണി എന്തായാലും ഈ ആഴ്ച ഇടാതിരിക്കരുത് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം അതിങ്ങനെയെങ്കിലും എനിക്ക് എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ആഴ്ച നമ്മൾ നാരായണീയത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ചൊല്ലാനുള്ളത് 59ാമത്തെ ദശകമാണ്. 59ാമത്തെ ദശകം എന്ന് പറയുന്നത് ഭഗവാന്റെ വേണുഗാന വർണ്ണനാണ്. ഈ ദശകത്തിലാകെ 10 ശ്ലോകങ്ങളാണുള്ളത്. അതിൽ ആദ്യ 9 ശ്ലോകങ്ങളും രഥോദ്ധത എന്ന വൃത്തത്തിലും 10ാമത്തെ ശ്ലോകം ശാലിനി എന്ന വൃത്തത്തിലുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ചൊല്ലിത്തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം त्वत्त्वपूर्णवकलाय कोमलं प्रेमदोहनमशेषमोहनं ब्रह्मतत्त्वपरचिन्मुधात्मकं वीक्ष्य सम्मुमुहुरन्वहं स्त्रिय. त्वद्वपूर्णवकलाय कोमलं प्रेमदोहनमशेषमोहनं ब्रह्मतत्त्वपरचिन्मुधात्मकं वीक्ष्य सम्मुमुहुरन्वहं स्त्रिय. 59ാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ വിവരിക്കുന്നത് പുതിയ കായാമ്പൂ പോലെ മനോഹരമായിട്ടുള്ള മൃദുലമായിട്ടുള്ള ശരീരമാണ് ഭഗവാന്റേത്, അല്ലേ? ശ്രീകൃഷ്ണൻ്റെ ശരീരം എന്ന് പറയുന്നത് ഒരു നീല നിറമുള്ള ശരീരമാണ്. അപ്പോൾ ആ മനോഹരമായിട്ടുള്ള ശരീരത്തെ പതിവായിട്ട് കണ്ടിട്ട് ആ സ്വരൂപത്തെ പറയാണ് പ്രേമത്തെ ജനിപ്പിക്കുന്നതും എല്ലാവരെയും വശീകരിക്കുന്നതുമായിട്ടുള്ള ശരീരം എന്ന് പറയുന്നുണ്ട്. പ്രേമത്തെ ജനിപ്പിക്കുന്നതും എല്ലാവരെയും വശീകരിക്കുന്ന തന്നിലേക്ക് അടുപ്പിക്കുന്ന ആ ഒരു ശരീരത്തെ, ആ ഒരു സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആ ബ്രഹ്മത്തെ കണ്ടിട്ട് ഗോപസ്ത്രീകൾ എല്ലാവരും വല്ലാതെ കണ്ട് മോഹിതകളായി തീർന്നു എന്നാണ് പറയുന്നത്, അല്ലേ? അധികവും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, മിക്ക പെൺകുട്ടികൾക്കും ഇഷ്ടമുള്ള ദേവൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണനാണ്, അല്ലെ? എല്ലാവർക്കും ഭഗവാനെ ഇഷ്ടമാണ്. ഗോപസ്ത്രീകൾ മോഹിതകളായി തീർന്നു എന്ന് പറയുന്നത് നിഷ്കാമമായിട്ടുള്ള വളരെ നിർമ്മലമായിട്ടുള്ള ഭക്തിയാണ് ആ സ്ത്രീകൾക്ക് ഭഗവാനോടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമായിട്ടുള്ള കാര്യം. അപ്പോൾ 59ാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ വിവരിക്കുന്നത് പുതിയ കായാമ്പൂ പോലെ മനോഹരമായിട്ടുള്ള കോമളമായിട്ടുള്ള ആ ശരീരത്തെ പ്രേമത്തെ ജനിപ്പിക്കുന്നതും ഒപ്പം എല്ലാവരെയും വശീകരിക്കുന്നതുമായിട്ടുള്ള ആ സൗന്ദര്യത്തെ, ആ സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തെ പതിവായി കണ്ടിട്ട് അവിടെയുള്ള ഗോപസ്ത്രീകൾ എല്ലാവരും ആ ബ്രഹ്മത്തിൽ വല്ലാതെ കണ്ട് മോഹിതകളായി തീർന്നു, മോഹിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 2ാമത്തെ ശ്ലോകം ചൊല്ലാം. മന്മതോന്മതിതമാനസക്രമാത്വദ്വിലോകനരതാസ്തതസ്തത ഗോപികാസ്തവനസേഹിരേ ഹരേ കാനനോപഗതിമപ്യഹർമുഖേ. മന്മതോന്മതിതമാനസക്രമാത്വദ്വിലോകനരതാസ്തതസ്തത ഗോപികാസ്തവനസേഹിരേ ഹരേ
കാനനോപഗതിമപ്യഹർമുഖേ. രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് ഭഗവാനെ ഹരേ എന്നാണ് വിളിക്കുന്നത്. ഹരേ എന്ന ആ ഒരു ശബ്ദത്തിന് അല്ലെങ്കിൽ ആ ഒരു വാക്കിന് ഹനിക്കുന്നവൻ, നശിപ്പിക്കുന്നവൻ, ഒപ്പം ആകർഷിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദുഃഖങ്ങളെ ഹനിക്കുന്നവനും നമ്മുടെ ഹൃദയത്തെ ആകർഷിക്കുന്നവനുമാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയാണ്, ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള ശരീരത്തെക്കുറിച്ച് വർണ്ണിച്ചു അല്ലേ. കായാമ്പൂ നിറമുള്ള വളരെ മനോഹരമായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആ ബ്രഹ്മത്തെ പതിവായി കണ്ടിട്ട് ഗോപസ്ത്രീകൾക്ക് വല്ലാതെ കണ്ട് മോഹമുണ്ടായി, അവർ മോഹിതകളായി തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയാണ്, അങ്ങനെയുള്ള ആ ഭഗവാനെ കണ്ട് കാമദേവനാൽ ചഞ്ചലമാക്കപ്പെട്ട മനസ്സോടുകൂടി ഭഗവാനോട് ഇനി ആ ഗോപസ്ത്രീകൾക്ക് തോന്നുന്നത് കാമം എന്നുള്ളൊരു വികാരമാണ്. എന്ന് വെച്ചാൽ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേർക്ക് പരസ്പരം പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല അല്ലേ. ആ സമയത്ത് തോന്നും ഈ ലോകത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് പ്രേമമാണ് എന്ന് തോന്നും. പരസ്പരം കാണാതിരിക്കാൻ അവർക്ക് സാധിക്കില്ല. എല്ലാ അർത്ഥത്തിലും അവർ ഒന്നാവുന്ന ഒരു സമയമാണ് പ്രേമിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ. അപ്പോൾ അതുപോലെ ഭഗവാനോട് പ്രേമഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനോട് എപ്പോഴും ചേർന്നിരിക്കാൻ ആ ഗോപസ്ത്രീകൾക്ക് തോന്നും. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയാണ്, രാവിലെ ഭഗവാൻ ഗോക്കളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോവുമല്ലോ, വനത്തിലേക്ക് പോവുമല്ലോ, ആ ഒരു വിരഹം പോലും ആ ഗോപസ്ത്രീകൾക്ക് താങ്ങാൻ സാധിക്കാതെയായി. അത്ര സമയം പോലും ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അത്രയേ ഉള്ളൂ. ഹരേ എന്നാണ് ഭട്ടതിരിപ്പാട് രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാനെ വിളിക്കുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദുഃഖത്തെ ഹനിക്കുന്നവനും ഒപ്പം നമ്മുടെ ഹൃദയത്തെ ആകർഷിക്കുന്നവനുമാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനോട് കാമദേവനാൽ ഇളക്കപ്പെട്ട മനസ്സോടുകൂടിയ ഗോപസ്ത്രീകൾക്ക് വല്ലാതെ കണ്ട് മോഹം തോന്നുകയും അല്പനേരം പോലും ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ സാധിക്കാതെയും വന്നു. രാവിലെ ആവുമ്പോൾ ഭഗവാൻ വനത്തിലേക്ക് പോകുന്നത് പോലും അത്ര സമയം പോലും പിരിഞ്ഞിരിക്കാൻ ഗോപസ്ത്രീകൾക്ക് കഴിയാതെയായി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം. നിർഗതേ ഭവതി ദത്തദൃഷ്ടയസ്ത്വദ്ഗതേന മനസാ മൃഗേക്ഷണ വേണുനാഥമുപകർണ്യ ധൂരത സ്വദ്വിലാസകഥയാഭിരേമിരേ. നിർഗതേ ഭവതി ദത്തദൃഷ്ടയസ്ത്വദ്ഗതേന മനസാ മൃഗേക്ഷണ വേണുനാഥമുപകർണ്യ ധൂരത സ്വദ്വിലാസകഥയാഭിരേമിരേ. മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ രാവിലെ ഗോക്കളുടെ കൂടെയും പശുപന്മാരുടെ കൂടെയും ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെയുള്ള ഗോപസ്ത്രീകളുടെ ഒക്കെ ദൃഷ്ടി ഭഗവാന്റെ മേലെയായിരിക്കും. ഭഗവാൻ ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കും പോകുന്നത് വരെ. എത്ര ദൂരം പോകുന്നുവോ ആ കണ്ണെത്തുന്ന ദൂരം വരെ, കണ്ണെന്ന് ഭഗവാൻ മറയുന്നത് വരെ കണ്ണനെ തന്നെ ഇങ്ങനെ നോക്കി ഗോപസ്ത്രീകളിരിക്കും. അത് കഴിഞ്ഞാലും മനസ്സ് അവിടെ എത്തിയിട്ടുണ്ടാവും. ഈ കണ്ണ് പോയതിൻ്റെ കൂടെ ഭഗവാന്റെ കൂടെ ആ മനസ്സെത്തിയിട്ടുണ്ടാവും. ഭഗവാനോടൊപ്പമാണ് അപ്പോൾ മനസ്സ്. അവിടെ തന്നെ ആ ഭഗവാനെ തന്നെ, ഭഗവാന്റെ രൂപം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് ആലോചിച്ചിരിക്കുകയായിരിക്കും അവർ ചെയ്യുക. അങ്ങനെ ഇരിക്കുമ്പോൾ വേണുനാഥം കേൾക്കും അല്ലെ. കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഭഗവാൻ അവിടെ നിന്ന് പുല്ലാങ്കുഴൽ വായിക്കും. ആ വേണുഗാനം ഇവിടെ കേൾക്കുമ്പോൾ അതിലിങ്ങനെ മുഴുകി ഗോപസ്ത്രീകളിരിക്കും. പിന്നെ എന്താ അവർക്കുള്ള വിനോദം എന്ന് വെച്ചാൽ ഭഗവാന്റെ ഓരോ ലീലകളും ഇങ്ങനെ മനസ്സിലേക്ക് ഓടി വന്നുകൊണ്ടിരിക്കും. ഭഗവാൻ ചെയ്ത ഓരോ കാര്യങ്ങൾ നമുക്കും ആരോടെങ്കിലും അതിയായിട്ടുള്ള പ്രേമം തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അവരുടെ ചിത്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ. നമുക്കൊക്കെ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രങ്ങൾ ഭഗവാന്റെയാണ് അല്ലേ. ഭഗവാൻ കണ്ണൻ്റെ ഓരോ കാര്യങ്ങളാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയാസിലൂടെയും ഒക്കെ വായിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ ഭഗവാന്റെ അടുത്ത് തന്നെയായിരിക്കും മനസ്സ്. അപ്പോൾ അന്നിപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ സദാസമയം അവർ മനസ്സിലൂടെ ഭഗവാന്റെ ഓരോ ലീലകൾ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും.
അത് കഴിഞ്ഞിട്ടും അവരെന്താ ചെയ്യുക? അവർക്ക് തമ്മിൽ തമ്മിൽ സംസാരിക്കാനുള്ളതും ഭഗവാന്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഭഗവാൻ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും തമ്മിൽ പറഞ്ഞ് സന്തോഷിച്ച് അവരങ്ങനെ തമ്മിലും അത് പറഞ്ഞിങ്ങനെ മുഴുകിയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ മൂന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് പശുക്കളെയും ഗോപന്മാരുടെയൊക്കെ കൂടെ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഗോപസ്ത്രീകള് കണ്ണിൽ നിന്ന് ഭഗവാൻ മറയുന്നത് വരെ ഭഗവാനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. അത് കഴിഞ്ഞാലും മനസ്സ് മുഴുവനും ഭഗവാന്റെ അടുത്തായിരിക്കും. ഭഗവാന്റെ അടുത്ത് നിന്ന് ഭഗവാൻ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ട്, ഓരോ ലീലകളും ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കും. പിന്നെയോ ഗോപസ്ത്രീകൾ എല്ലാവരും കൂടി അങ്ങനെ ഭഗവാൻ ചെയ്തിട്ടുള്ള ഓരോ ലീലകളും തമ്മിൽ സംസാരിച്ച് ഭഗവാന്റെ വിഷയം മാത്രമാണ് അവർക്ക് അത്യധികമായിട്ടുള്ള ആനന്ദത്തെ നൽകുന്നത്. അതിനെക്കുറിച്ച് ഇങ്ങനെ സദാസമയം ചിന്തിക്കുകയും അവിടെ നിന്ന് പുല്ലാങ്കുഴൽ നാദം കേൾക്കുമ്പോൾ അതിൽ മുഴുകിയിരിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാ പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചൊല്ലാം. കാനനാന്തമിതവാൻ ഭവാനപി സ്നിഗ്ധപാദപതലേ മനോരമേ വ്യത്യയാകലിതപാദമാസ്തിത പ്രത്യപൂരയത വേണുനാളികാം. കാനനാന്തമിതവാൻ ഭവാനപി സ്നിഗ്ധപാദപതലേ മനോരമേ വ്യത്യയാകലിതപാദമാസ്തിത പ്രത്യപൂരയത വേണുനാളികാം. നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ച, വൃന്ദാവനത്തിൻ്റെ വനപ്രദേശങ്ങളിലേക്ക് പ്രവേശിച്ച ഭഗവാൻ എന്താ ചെയ്യുന്നത്? ഭഗവാൻ അവിടെ മനസ്സിന് ആനന്ദം നൽകുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ, അതായത് നമുക്ക് നല്ല ചൂടുള്ള സമയം അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും പകൽ സമയങ്ങളിൽ നമ്മൾ നല്ലൊരു മരത്തിൻ്റെ തണലുള്ളൊരു മരത്തിൻ്റെ ചുവട്ടിലെത്തുമ്പോൾ നമുക്കൊരു സമാധാനമുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും അല്ലേ? നമ്മുടെ ആ സമയത്തുള്ള സന്ദർഭം കൂടി നല്ലതാണെങ്കിൽ നമ്മുടെ മനസ്സിനൊരു ഉന്മേഷവും ആനന്ദവും ഒക്കെ തോന്നും. അപ്പം അതുപോലെ മനസ്സിന് ആനന്ദം തരുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ എന്ന് പറയുന്നുണ്ട്. വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ആ തണലിൽ നിൽക്കുന്നത് തന്നെ ആനന്ദമാണ്. അപ്പോൾ ആ തണുപ്പുള്ള ആ ആനന്ദം നൽകുന്ന ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ ഭഗവാൻ കാല് വെക്കുന്നു എന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാലേ, ഭഗവാന്റെ ഭക്തർക്കാർക്കും ഭഗവാൻ പുല്ലാങ്കുഴൽ വായിക്കുന്ന സമയത്ത് കാലുകൾ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് പറയേണ്ട കാര്യമില്ല. കാലിങ്ങനെ പിണച്ച് വെച്ചിട്ടാണ് ഭഗവാൻ നിൽക്കുക അല്ലേ? കാലിങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ട് നിൽക്കും. അപ്പം അങ്ങനെ നിന്നുകൊണ്ട് ആ വേണുവിൻ്റെ ഓരോ സുഷിരത്തിലേക്കും വായു ഊതി, അങ്ങനെയാണല്ലോ പുല്ലാങ്കുഴലിൻ്റെ ശബ്ദം എങ്ങനെയാണ് വരുന്നത്? ആ ഹോളിലേക്ക് നമ്മൾ ഊതുമ്പോഴാണ് പുല്ലാങ്കുഴലിൻ്റെ ശബ്ദം വരുന്നത്. അപ്പോൾ അങ്ങനെ ആ സുഷിരത്തിലൂടെ തൻ്റെ വായു കടത്തിവിട്ട് മധുരമായിട്ടുള്ള ഗീതം അല്ലേ, ഭഗവാന്റെ പുല്ലാങ്കുഴൽ നാദം എന്ന് പറയുന്നത് അത്യധികം ഹൃദയഹാരിയാണെന്നാ പറയുക. അങ്ങനെ പുല്ലാങ്കുഴൽ വായിച്ചുകൊണ്ടിരുന്നു ഭഗവാൻ എന്നാണ് നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ നാലാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. വനപ്രദേശങ്ങളിലേക്ക് പ്രവേശിച്ച ഭഗവാനും ആ മനസ്സിന് അത്യധികമായിട്ടുള്ള ആനന്ദത്തെ നൽകുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് കാല് പിണച്ചു വെച്ച പുല്ലാങ്കുഴലിൻ്റെ സുഷിരങ്ങളിൽ വായു കടത്തിവിട്ട് മനോഹരമായിട്ടുള്ള പുല്ലാങ്കുഴൽ നാദം പുറപ്പെടുവിച്ചു എന്നാണ് നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലാം. മാരബാണദുദഖേചരീകുലം നിർവികാര പശുപക്ഷിമണ്ഡലം ദ്രാവണം ച ദൃശദാമപി പ്രഭോ താവകം വ്യജനി വേണുകൂജിതം. മാരബാണദുദഖേചരീകുലം നിർവികാര പശുപക്ഷിമണ്ഡലം ദ്രാവണം ച ദൃശദാമപി പ്രഭോ താവകം വ്യജനി വേണുകൂജിതം. അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ വേണുനാദത്തെ വർണ്ണിക്കുകയാണ് ഭട്ടതിരിപ്പാട്. അപ്പോൾ പറയാണ് ഭഗവാന്റെ ആ വേണുനാദം എന്ന് പറയുന്നത് ആകാശചാരിണി എന്ന് പറയുന്നുണ്ട്. ദേവസ്ത്രീകളെ പോലും കാമബാണങ്ങൾ കൊണ്ട് വിറപ്പിക്കുന്നതായിരുന്നു എന്നാ പറയുന്നത്. അതായത്
ദേവസ്ത്രീകളുണ്ടല്ലോ, ആകാശചാരിണികൾ, അവരെ പോലും ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ്. അവരെ മാത്രമല്ല ആകർഷിക്കുന്നത്. ഇവിടെ ഭട്ടതിരിപ്പാട് പറയണം, നിർവികാരരായിട്ടുള്ള, വികാരങ്ങളില്ലാത്ത പശുക്കള്, പക്ഷികള്, എന്തിനേറെ പറയുന്നു, കല്ലിനെ പോലും അലിയിച്ച് കളയുന്ന, കല്ലിനെ പോലും അലിയിക്കുന്നതാണ് ആ ഭഗവാന്റെ വേണുനാദം. അത്ര കണ്ട് ഹൃദയഹാരിയും കാതിന് കുളിർമയും നമ്മുടെ മനസ്സിനെ ഏതൊക്കെയോ തലത്തിൽ കൊണ്ടെത്തിക്കുന്നതുമാണ് ഭഗവാന്റെ ആ വേണുനാദമെന്ന്. നമുക്കും അറിയാലേ, നമ്മുടെ മ്യൂസിക് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നാണ്. നമ്മളിപ്പോൾ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദുഃഖമുള്ളൊരു പാട്ട് കേട്ടാൽ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. അത് ചിലപ്പോൾ നമ്മൾ നോർമലായിരിക്കുന്ന ഒരു സമയത്ത് കേട്ടാൽ ചിലപ്പോൾ കരഞ്ഞെന്ന് വരില്ല. അതേപോലെ നമ്മൾ സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് ചില മ്യൂസിക്സ് നമുക്ക് വേറൊരു തരത്തിലെത്തിക്കാൻ പറ്റും. അപ്പം ഞങ്ങളിങ്ങനെ കളിച്ചിട്ടുള്ള രാധാമാധവം, ഞാനത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ. അതിലിങ്ങനെ ഭഗവാൻ വരുന്ന സമയത്തുള്ളൊരു പുല്ലാങ്കുഴൽ നാദമുണ്ട്. അത് കേൾക്കുമ്പോൾ ഏത് സമയത്തും രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു മ്യൂസിക്കാണ്. കുറേ സമയം അത് ഞാൻ എൻ്റെ ഫോണിൻ്റെ റിംഗ് ടോണായിട്ട് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഭഗവാന്റെ പുല്ലാങ്കുഴൽ നാദം, അത് ആലോചിക്കും. നമ്മൾ പറയുന്നത് എന്തിനാ, മനുഷ്യന്മാർ നിർമ്മിച്ചെടുത്ത സാധാരണ സംഗീതത്തെയാണ്. മനുഷ്യന്മാർ നിർമ്മിക്കുക എന്ന് വെച്ചാൽ ദൈവാധീനമുള്ളവർക്കേ, ഈശ്വരാധീനമുള്ളവർക്കേ സംഗീതം എന്നുള്ള കല ഉണ്ടാവുള്ളൂ. അതാണ് വേറൊരു വിഷയം. അപ്പോൾ അങ്ങനെയുള്ള ആ മ്യൂസിക് കേൾക്കുമ്പോൾ പോലും നമുക്ക് നമ്മുടെ മനസ്സിൽ ഇത്രയധികം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നുവെങ്കിൽ ഭഗവാന്റെ വേണുനാദം കേട്ടനുഭവിച്ചവരുടെ ആ ഒരു എന്തായിരിക്കും അവരനുഭവിച്ചിട്ടുള്ള ഒരു അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് വെറും വാക്കുകളിലൂടെ നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അത്രയേ ഉള്ളൂ. ഭഗവാന്റെ വേണുനാദം എന്ന് പറയുന്നത് ആകാശചാരിണികളെ പോലും കാമബാണങ്ങൾ കൊണ്ട് വിറപ്പിക്കുന്നതും നിർവികാരരായിട്ടുള്ള പശുക്കൾ, പക്ഷികൾ എന്നിവയെയും എന്തിനേറെ കല്ലിനെ പോലും അലിയിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഭഗവാന്റെ വേണുനാദം എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 6-ാമത്തെ ശ്ലോകം ചൊല്ലാം. വേണുരന്ധ്രതരളാങ്കുലീധളം താളസഞ്ചലിതപാദപല്ലവം തത്സ്ഥിതം തവ പരോക്ഷമപ്യഹോ സംവിചിന്ധ്യ മുമുഹുർവ്രജാംഗനാ. വേണുരന്ധ്രതരളാങ്കുലീധളം താളസഞ്ചലിതപാദപല്ലവം തത്സ്ഥിതം തവ പരോക്ഷമപ്യഹോ സംവിചിന്ധ്യ മുമുഹുർവ്രജാംഗനാ. 6-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഭഗവാൻ അങ്ങനെ കാലിങ്ങനെ പിണച്ചു വെച്ചിട്ട് വേണുനാദം പൊഴിക്കുകയാണ് അല്ലേ. ഭഗവാൻ പുല്ലാങ്കുഴൽ വായിക്കുകയാണ്. ആ സമയത്ത് ഇവിടുത്തെ ഗോപസ്ത്രീകൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറയുകയാണ് 6-ാമത്തെ ശ്ലോകത്തിൽ. ആ പുല്ലാങ്കുഴൽ നാദം ഇങ്ങനെ കേൾക്കുമ്പോൾ ഗോപസ്ത്രീകൾ മനസ്സിൽ ആ രൂപം സങ്കല്പിക്കുകയാണ്. ഭഗവാൻ ഇങ്ങനെ കാല് പിണച്ചു വെച്ചിട്ടുണ്ട്, ആ കാല് കൊണ്ട് ഇങ്ങനെ താളം പിടിക്കുന്നുണ്ട്. ആ വേണുവിൻ്റെ സുഷിരങ്ങളിലൂടെ, ഒരു സുഷിരം ചുണ്ടിലും ബാക്കിയുള്ള സുഷിരങ്ങളിൽ വിരലുകൾ ഇങ്ങനെ ചലിപ്പിച്ചിട്ടാണല്ലോ പുല്ലാങ്കുഴൽ വായിക്കുക. അപ്പം അങ്ങനെ ചലിപ്പിക്കുകയും ചെയ്യുന്നത് ഇങ്ങനെ മനസ്സിൽ കണ്ടിട്ട്, ഭഗവാനെ നേരിട്ടല്ല കാണുന്നത്, അത് ഭട്ടതിരിപ്പാട് പറയുകയാണ്, പ്രത്യക്ഷത്തിൽ കണ്ടില്ലെങ്കിലും മനസ്സിൽ സങ്കല്പത്തിൽ അത് കണ്ടിട്ട് ആ നിൽക്കുന്ന നിൽപ്പിങ്ങനെ മനസ്സിൽ ആലോചിച്ചിട്ട് മോഹവശകളായി തീർന്നു. ആഹാ, ഇത് ആശ്ചര്യം എന്ന് പറയണം. മനസ്സിൽ ആ രൂപം സങ്കല്പിച്ചിട്ട് ആ ഗോപസ്ത്രീകൾക്ക് വല്ലാതെ കണ്ട് ഭഗവാനോട് മോഹം തോന്നി എന്നാണ് 6-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 6-ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഭഗവാന്റെ വേണുനാദം കേട്ടിട്ട് ഗോപസ്ത്രീകൾ ഭഗവാൻ നിൽക്കുന്ന ആ നിൽപ്പ് ഭാവനയിൽ, സങ്കല്പത്തിൽ കാണുകയാണ്. അതെങ്ങനെയാണെന്ന് വർണ്ണിക്കുകയാണ്. കാലിങ്ങനെ പിണച്ചു വെച്ച് ആ കാലുകൊണ്ട് താളം പിടിക്കുന്നുണ്ട്. പുല്ലാങ്കുഴൽ വായിക്കുമ്പോൾ സുഷിരങ്ങളിലൂടെ ഇങ്ങനെ വിരലുകൾ ഓടി നടക്കുന്നുണ്ട്. അത് ആ കാല് പിണച്ചു വെച്ച് ഇങ്ങനെ സുഷിരങ്ങളിൽ വിരലോടിച്ചുകൊണ്ട് ആസ്വദിച്ച് പുല്ലാങ്കുഴൽ വായിക്കുന്ന ഭഗവാന്റെ രൂപം മനസ്സിൽ സങ്കല്പിച്ചിട്ട്, നേരിട്ട് പ്രത്യക്ഷത്തിലല്ലെങ്കിലും മനസ്സിൽ സങ്കല്പിച്ചിട്ട് ആ ഗോപസ്ത്രീകൾ മോഹവശകളായി തീർന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 7-ാമത്തെ ശ്ലോകം ചൊല്ലാം. നിർവിശംഖഭവതംഗദർശിനി
കേചരീഖമൃഗാൻ പശൂനപി ത്വത്പദപ്രണയികാനനം ച ധന്യധന്യമിതി നന്വമാനയൻ നിർവിശംഖഭവദംഗദർശിനി കേചരീഖമൃഗാൻ പശൂനപി ത്വത്പദപ്രണയികാനനം ച ധന്യധന്യമിതി നന്വമാനയൻ. ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഭഗവാൻ ഇങ്ങനെ വനപ്രദേശത്ത് നിന്നാണല്ലോ പുല്ലാങ്കുഴൽ വായിക്കുന്നത്. അപ്പോൾ ആ പുല്ലാങ്കുഴൽ വായിക്കുന്ന സമയത്ത് ഗോപസ്ത്രീകൾ സങ്കല്പത്തിലൂടെയാണ് ഭഗവാനെ കാണുന്നത് അല്ലേ. അത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. പ്രത്യക്ഷത്തിലല്ലെങ്കിലും സങ്കല്പത്തിൽ ഭഗവാൻ നിൽക്കുന്ന ആ നിൽപ്പ് ഭാവനയിൽ കണ്ടുകൊണ്ട് ഇത്രയധികം മോഹവശകളായി തീർന്നു. അപ്പോൾ ആ ഗോപസ്ത്രീകൾ മനസ്സിൽ വിചാരിക്കുകയാണ്, ഭഗവാൻ നിന്ന് വായിക്കുമ്പോൾ ആ നിൽക്കുന്ന ഭഗവാന്റെ പാദം പതിഞ്ഞിട്ടുള്ള ആ വനപ്രദേശങ്ങൾ, ആകാശചാരിണികൾ, അവർക്ക് നേരിട്ട് തന്നെ ഭഗവാനെ കാണാം അല്ലേ. നേരിട്ട് നിന്ന് ഭഗവാൻ ഇങ്ങനെ പുല്ലാങ്കുഴൽ വായിക്കുന്നത് കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പക്ഷി മൃഗാദികൾക്കൊക്കെ വളരെ അടുത്ത് നിന്ന് ഭഗവാൻ ഇങ്ങനെ പുല്ലാങ്കുഴൽ വായിക്കുന്നത് കണ്ണ് നിറയെ കണ്ട് ആ നാദം അടുത്ത് നിന്ന് കേട്ട് ആസ്വദിക്കാൻ സാധിക്കും. അവരൊക്കെയും പുണ്യം ചെയ്തവരാണ് എന്ന് ഗോപസ്ത്രീകൾ മനസ്സിൽ വിചാരിച്ചു എന്നാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. എന്ത് നല്ല ഭാവനയാണല്ലേ. ആ ഗോപസ്ത്രീകൾക്ക് ആ പുല്ലാങ്കുഴൽ നാദം ദൂരത്ത് നിന്നേ കേൾക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അവർ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ്, ഭഗവാന്റെ അടുത്ത് നിൽക്കുന്നവർ, ഭഗവാൻ ചവിട്ടി നിൽക്കുന്ന ആ സ്ഥലം, വനപ്രദേശം, അവയ്ക്ക് പക്ഷി മൃഗാദികൾക്ക്, ദേവസ്ത്രീകൾക്ക്, അവർക്കൊക്കെ അടുത്ത് നിന്ന് ഭഗവാൻ പുല്ലാങ്കുഴൽ വായിക്കുന്നത്, കണ്ണടച്ച് നിന്ന് പുല്ലാങ്കുഴൽ വായിക്കുന്നത്, ആ നിൽപ്പ്, ആ നാദം ഒക്കെ അടുത്ത് നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അവരെത്രത്തോളം പുണ്യം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞ് ഗോപസ്ത്രീകൾ പുളകം കൊള്ളുകയാണ്. അവർ ആ ഒരു നമ്മൾ പറയില്ല, മിസ് ചെയ്യാന്ന് പറയും, ആ പറയുന്ന വേർഡിന് നമുക്ക് മലയാളത്തിൽ ഒരു കറക്റ്റ് വാക്കില്ല. ആ ഭഗവാന്റെ പുല്ലാങ്കുഴൽ നാദം ഭഗവാൻ വായിക്കുന്നത് അടുത്ത് നിന്ന് കാണാൻ സാധിക്കുമ്പോൾ ഭഗവാനെ മിസ് ചെയ്യാണ് അവർക്ക്. അപ്പോൾ അവർ മനസ്സിൽ വിചാരിക്കണോ അവർക്കൊക്കെ കാണാലോ അടുത്ത് നിന്ന്, അവരൊക്കെ എന്ത് പുണ്യം ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്ന് ഗോപസ്ത്രീകൾ പറയുകയാണ്. അത്രയേ ഉള്ളൂ ഏഴാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. സങ്കല്പത്തിലൂടെ ഭഗവാനെ കാണുന്ന ഗോപസ്ത്രീകൾ ഭഗവാൻ നിൽക്കുന്ന വനപ്രദേശവും ഭഗവാൻ പുല്ലാങ്കുഴൽ വായിക്കുന്നത് അടുത്ത് നിന്ന് കാണാൻ സാധിക്കുന്ന പക്ഷി മൃഗാദികളും ദേവസ്ത്രീകളെയും ഒക്കെ പുണ്യം ചെയ്തവര് എന്ന് മനസ്സിൽ ചിന്തിച്ചു എന്നാ പറയുന്നത്. ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം ചൊല്ലാം. ആപിഭേയമധരാമൃതം കഥ വേണുഭുക്തരസശേഷമേകഥാ ദൂരതോ ഭതകൃതം ദുരാശയേത്യാകുല മുഹുരിമാസമാമുഹൻ. ആപിഭേയമധരാമൃതം കഥാ വേണുഭുക്തരസശേഷമേകഥാ ദൂരതോ ഭതകൃതം ദുരാശയേത്യാകുല മുഹുരിമാസമാമുഹൻ. എട്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഓടക്കുഴല് ഭഗവാന്റെ അധരാമൃതം അനുഭവിച്ചു അല്ലേ. ഭഗവാൻ പുല്ലാങ്കുഴൽ വായിക്കുമ്പോൾ ഭഗവാന്റെ ചുണ്ട് ചേർത്തി വെച്ചല്ലേ വായിക്കുന്നത്. അപ്പോൾ ഓടക്കുഴൽ അനുഭവിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള അധരാമൃതം എപ്പോഴാണ് തങ്ങൾക്ക് അനുഭവിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴാണ് അനുഭവിക്കാൻ കഴിയുക എന്ന് ഓരോ ഗോപസ്ത്രീയും വിചാരിച്ചു എന്നാണ് പറയണത്. പുല്ലാങ്കുഴൽ വായിക്കുകയാണ് ഭഗവാൻ ചുണ്ട് ചേർത്ത് അല്ലേ. അപ്പം ആ ചുണ്ടിൻ്റെ അമൃതം, ആ അധരാമൃതം എപ്പോഴാണ് എനിക്ക് ആസ്വദിക്കാൻ കഴിയുക? അയ്യോ, ഇതൊക്കെ ദുരാഗ്രഹമാണ്, ഇതൊന്നും ഒരിക്കലും സാധിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഗോപസ്ത്രീകൾ ആഗ്രഹിക്കുകയും ഒപ്പം നിരാശയും ദുഃഖവും ഒക്കെ അനുഭവിച്ചു എന്നാണ് പറയുന്നത് എട്ടാമത്തെ ശ്ലോകത്തിൽ. അപ്പോൾ നോക്കൂ അവരെങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് എന്ന് നോക്കൂ
അല്ലേ? അവർ മനസ്സിൽ ഭഗവാനെ അത്ര കണ്ട് ഭഗവാനിൽ അത്രമാത്രം മനസ്സ് ലയിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പുല്ലാങ്കുഴലിനോട് ഭഗവാൻ ചേർത്ത് വെച്ചിട്ടുള്ള ചുണ്ട് അല്ലെ, ആ അധരാമൃതം ഓടക്കുഴലിന് അനുഭവിക്കാൻ സാധിച്ചു. അപ്പോൾ ഓടക്കുഴൽ എത്ര ഭാഗ്യം ചെയ്തതാണ് എന്ന് നോക്കൂ അല്ലെ. ആ ഓടക്കുഴൽ ഭഗവാന്റെ അധരാമൃതം അനുഭവിച്ചു. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതെങ്കിലും എനിക്ക് അനുഭവിക്കാൻ സാധിക്കുമോ? അതിനി എന്നാണ് അനുഭവിക്കാൻ സാധിക്കുക? ഇത് ദുരാഗ്രഹമാണ്. അപ്പം തന്നെ മനസ്സിൽ ചിന്തയും വന്നു, ഇത് ദുരാഗ്രഹമാണ്, ഇതൊന്നും ഒരിക്കലും സാധിക്കാൻ പോകുന്നില്ല. ഒരേ സമയം മോഹവും അതോടൊപ്പം തന്നെ നിരാശയും ദുഃഖവും, കടുത്ത ദുഃഖവും ആ ഗോപസ്ത്രീകൾ അനുഭവിച്ചു എന്നാണ് 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഞാനിതിന് മുമ്പ് നാരായണീയം വീഡിയോ ഇടുന്ന സമയത്ത് ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അതിലുണ്ട് ഇങ്ങനൊരു വരി: മധുരം നിന്നധരത്തിൻ മൃദു ചുംബനമേൽക്കാൻ ഒരു പുല്ലാങ്കുഴലാവാൻ കൊതികൊള്ളൂ കൃഷ്ണ എന്ന്. മധുരം നിന്നധരത്തിൻ മൃദു ചുംബനമേൽക്കാൻ ഒരു പുല്ലാങ്കുഴലാവാൻ കൊതികൊള്ളൂ കൃഷ്ണ. ഭഗവാന്റെ ചുംബനം ഏൽക്കാൻ വേണ്ടിയിട്ട് ഒരു പുല്ലാങ്കുഴലാവാൻ മോഹം തോന്നുകയാണ് എന്ന് പറയുകയാണ് ആ പാട്ടിൽ. അപ്പോൾ അതുപോലെ ഗോപസ്ത്രീകൾ മനസ്സിൽ ചിന്തിക്കുകയാണ്. 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അത്രയേ ഉള്ളൂ. ഗോപസ്ത്രീകൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, ആ ഓടക്കുഴൽ അനുഭവിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള അധരാമൃതം തങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് ഓരോ ഗോപസ്ത്രീകളും ആഗ്രഹിച്ചു. അപ്പോൾ തന്നെ ആ മോഹം നിരാശയും ദുഃഖവുമായിട്ട് മാറി. ഇതൊക്കെ ദുരാഗ്രഹമാണ്, ഇതൊന്നും അടുത്തൊന്നും സാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് അവർ നിരാശപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം ചൊല്ലാം. പ്രത്യഹം ച പുനരിത്തമംഗനാശ്ചിത്തയോനിജനിതാദനുഗ്രഹാത് ബദ്ധരാഗവിവശാസ്ത്വയി പ്രഭോ നിത്യമാപുരിഹ കൃത്യമൂഢതാം. പ്രത്യഹം ച പുനരിത്തമംഗനാശ്ചിത്തയോനിജനിതാദനുഗ്രഹാത് ബദ്ധരാഗവിവശാസ്ത്വയി പ്രഭോ നിത്യമാപുരിഹ കൃത്യമൂഢതാം. 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഗോപസ്ത്രീകൾ ഇങ്ങനെ സദാസമയവും ഭഗവാന്റെ കാര്യം തന്നെ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് തങ്ങൾ ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങളൊന്നും തന്നെ ചെയ്തില്ല എന്നാണ് പറയുന്നത്. അവരവർക്ക് പറഞ്ഞിട്ടുള്ള കർത്തവ്യങ്ങളും കർമ്മങ്ങളും ഉണ്ടല്ലേ, ആ ജോലികളൊന്നും ചെയ്യാതിരുന്നാലോ? അങ്ങനെ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. സദാസമയവും ഭഗവാനെ കുറിച്ചുള്ള ചിന്ത മാത്രമായി. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയാണ്, കാമദേവന്റെ അനുഗ്രഹത്താൽ ഭഗവാനിൽ പ്രേമ പരവശകളായി തീർന്ന ഗോപസ്ത്രീകൾ എന്ന്. അതെന്തുകൊണ്ടാണ് അനുഗ്രഹം എന്ന് പറഞ്ഞതെന്ന് ആലോചിക്കൂ അല്ലെ. ഭഗവാനിലുള്ള ഭക്തി ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അത് ഞാൻ ഈ നാരായണീയം നമ്മൾ ആദ്യം ഫസ്റ്റ് വീഡിയോ ഇടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഭഗവാനിൽ ഭക്തി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ തന്നെ വിചാരിക്കണം. ഒരിക്കലും ഭഗവാനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല, നമ്മളെ ഭഗവാനാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കാമദേവന്റെ അനുഗ്രഹത്താൽ എന്ന് പറയുന്നു. അവരുടെ മനസ്സിൽ തോന്നുന്നത് ഭഗവാനോടുള്ളത് പ്രേമവും കാമവും ഒക്കെയാണ്. പക്ഷെ സദാസമയവും മനസ്സെവിടെയാണ്? ഭഗവാനിലാണ്. അങ്ങനെ ഭഗവാനിൽ മനസ്സ് എപ്പോഴും സദാ അർപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ്. അതാണ് ഈ ഗോപസ്ത്രീകൾക്ക് വളരെ എളുപ്പത്തിൽ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവർക്ക് അനുഗ്രഹമാണ് എന്നാണ് ഭട്ടതിരിപ്പാട് 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 9ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. കാമദേവന്റെ അനുഗ്രഹത്താൽ ഭഗവാനോടുള്ള പ്രേമ പാരവശ്യം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിച്ചേർന്ന ഗോപസ്ത്രീകൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത് എന്നൊക്കെ അറിയാതെ, തങ്ങളുടെ കർത്തവ്യങ്ങൾ പോലും നിറവേറ്റാനാവാതെ സദാസമയവും ഭഗവാനിൽ മനസ്സർപ്പിച്ചിരിക്കുന്നവരായി എന്ന് പറയാണ് 9ാമത്തെ ശ്ലോകത്തിൽ. ഇനി നമുക്ക് ഈ ദശകത്തിലെ അവസാന ശ്ലോകം 10ാമത്തെ ശ്ലോകം ചൊല്ലാം. രാഗസ്താവജ്ജായതേ ഹി സ്വഭാവാൻ മോക്ഷോപായോ യത്നതസ്യാന്ന വാസ്യാത് താസാം ത്വേകം തദ്വയം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുതേശ. രാഗസ്താവജ്ജായതേ ഹി സ്വഭാവാൻ മോക്ഷോപായോ യത്നതസ്യാന്ന വാസ്യാത്
താസാം ത്വേകം തദ്വയം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുതേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. 10ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അനുരാഗം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, അല്ലേ? തന്നെത്താൻ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. മോക്ഷം എന്നുള്ളത് പ്രയത്നിച്ചാൽ ലഭിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ അത് ലഭിക്കാതെയും വരാം. എന്നാൽ ഇത് രണ്ടും ആ ഗോപസ്ത്രീകൾക്ക് വളരെ നിഷ്പ്രയാസം ലഭിച്ചു എന്നാണ് പറയുന്നത്. അവർക്ക് അനുരാഗം തോന്നുന്നത് ആരോടാണ്? ഭഗവാനോടാണ്. അപ്പോൾ അത് മോക്ഷത്തിലേക്കുള്ള മാർഗ്ഗമാണ്. അത് എത്ര എളുപ്പത്തിലാണ് അവർക്ക് ലഭിച്ചത് എന്നാണ് പറയുന്നത്. അനുരാഗം എല്ലാവർക്കും ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ മോക്ഷം എന്നുള്ളത് പ്രയത്നിച്ചാൽ ലഭിക്കുന്ന കാര്യമാണ്. എന്നാൽ അത് കിട്ടുന്നുള്ളതിൽ ഒരു ഉറപ്പുമില്ല. പക്ഷെ ഇത് രണ്ടും ആ ഗോപസ്ത്രീകൾക്ക് വളരെ നിഷ്പ്രയാസം ലഭിച്ചു. അത് മഹാഭാഗ്യം തന്നെയാണ് ഗുരുവായൂരപ്പ എന്ന് ഭട്ടതിരിപ്പാട് പറയുകയാണ് 10ാമത്തെ ശ്ലോകത്തിൽ. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ നിന്തിരുവടി എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് 10ാമത്തെ ശ്ലോകം ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ 10ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. അനുരാഗം എന്നുള്ളത് തന്നെത്താൻ ഉണ്ടാവുന്ന ഒരു കാര്യവും മോക്ഷം എന്നുള്ളത് പ്രയത്നിച്ചാൽ ലഭിക്കുന്ന കാര്യവും ലഭിക്കാതെ ഇരിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കാര്യമാണ്. അത് രണ്ടും ആ ഗോപസ്ത്രീകൾക്ക് വളരെ നിഷ്പ്രയാസം ലഭിച്ചു. അത് മഹാഭാഗ്യം തന്നെയാണ് ഗുരുവായൂരപ്പ. അങ്ങനെയുള്ള ഭഗവാനെ നിന്തിരുവടി എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് 10ാമത്തെ ശ്ലോകവും 59ാമത്തെ ദശകവും ഭട്ടതിരിപ്പാട് ഇവിടെ അവസാനിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ 59ാമത്തെ ദശകം ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 56 ദശകത്തിൻ്റെ മാത്രമാണ് പാരായണം അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളത് അപ്ലോഡ് ചെയ്യാം. കുറച്ച് തിരക്കുകളിലാണ്. മോൻ്റെ പരീക്ഷകൾ നടക്കുകയാണ്. കഴിഞ്ഞു. ഇനിയിപ്പോൾ 27-ാം തീയതി സ്കൂൾ അടയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കുകളും വീട് ഷിഫ്റ്റിങ്ങിൻ്റെ തിരക്കും ഒക്കെ ആയതുകൊണ്ടാണ്. അതിനിടയിൽ ഏപ്രിൽ കുട്ടികളുടെ പരിപാടിയുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് വന്നു. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരെ അത്രയധികം കാത്തിരുത്തിയാൽ ഭഗവാൻ എന്നോട് ക്ഷമിക്കില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ഭഗവാൻ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചതുകൊണ്ട് അത് സാധിക്കണം എന്നില്ല. അതിലധികമായിട്ടുള്ള സന്തോഷമുണ്ട്. വീഡിയോ എടുത്ത് പൂർത്തിയാക്കാൻ സാധിച്ചു. അപ്പോൾ നിങ്ങളിലേക്ക് വീഡിയോ എത്തട്ടെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ തുടർന്നും വീഡിയോസ് കാണുക. ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളിൽ അറിയിക്കുകയും വേണം. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. 60ാമത്തെ ദശകവുമായിട്ട് വരാം. അതുവരെ ഹരി ഓം.